വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പൊ നമുക്ക് ഇന്ന് ഹിസ്റ്ററിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 6 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പൊ ഈ 6 ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ നമുക്കറിയാം PSC ഒക്കെ എഴുതുന്നവർക്ക് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പേടിയോടെ, ചിലവരെങ്കിലും പേടിയോടെ കാണുന്നവരായിരിക്കും. കാരണം അതിൽ സംഭവങ്ങൾ പഠിക്കണം, ഇയേഴ്സ് പഠിക്കണം, അതുപോലെ തന്നെ സിലബസ് അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഏരിയാസ് ഉണ്ട് അല്ലെ. ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ആ ഒരു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒത്തിരി നേതാക്കന്മാരെ പഠിക്കണം, വർഷം പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വന്ന ബ്രിട്ടീഷുകാര്, അതുപോലെ തന്നെ ഫ്രഞ്ചുകാര്, പോർച്ചുഗീസുകാർ, ഇവരുടെയൊക്കെ നമ്മൾ ചരിത്രം പഠിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പഠിക്കണം, അവിടെ ഒത്തിരി ലീഡേഴ്സിനെ പഠിക്കണം. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉള്ള ഒരു ഏരിയ ആണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിനൈസൻസ് എന്ന് പറയുന്ന ഏരിയ ആണ്. അവിടെ നമുക്ക് ഒത്തിരി റിനൈസൻസ് ലീഡേഴ്സിനെ പഠിക്കാനുണ്ട് അല്ലെ. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി, അങ്ങനെ നീണ്ട ഒരു ലിസ്റ്റ് നമുക്ക് ഹിസ്റ്ററിയിൽ നമുക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് PSC ഒക്കെ ചോദിച്ച് കണ്ടേക്കുന്ന പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? അപ്പൊ PSC ചോദിക്കുന്നതാണ് ശരിയല്ലാത്തത് ഏത്, ശരിയായവ ഏത്. മിക്കവാറൊക്കെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക അല്ലെ. 2, 3, 4 സ്റ്റേറ്റ്മെന്റ് തരും, അതിൽ ശരിയായവ ഏത് അല്ലെങ്കിൽ ബന്ധമില്ലാത്തത് ഏത് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണി ആയിരുന്നു. ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. ഏതായിരിക്കും അതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്? 1 മാത്രമാണ് ശരിയല്ലാത്തത് അല്ലെ. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണി ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഝാൻസി റാണി ആയിരുന്നു ആദ്യത്തെ രക്തസാക്ഷി? അല്ല. ആരായിരുന്നു? മംഗൾ പാണ്ഡെ ആണ് അല്ലെ. മംഗൾ പാണ്ഡെയാണ് ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് വരുന്നത്. ഇനി 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് മെയിൻ ആയിട്ട് ലീഡേഴ്സിനെ പഠിക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളും നമുക്കറിയാം, നോർത്ത് അതുപോലെ തന്നെ മധ്യ ഭാഗത്തായിട്ട് അല്ലെങ്കിൽ നോർത്ത് സെൻട്രൽ ഇന്ത്യയായിട്ട് 1857 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 1857 ഉള്ള അല്ലെങ്കിൽ വന്ന ഒരു ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് അല്ലെ. അതിന്റെ പ്രത്യേകത അതാണ് 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ആദ്യത്തെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞത്. ഇത് ആരംഭിച്ചത് എന്നാണ്? 1857 മെയ് 10 എവിടെയാണ്? മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്. മീററ്റ് പട്ടാള റെജിമെന്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്. അതിനുശേഷം എന്താണ്? ഡൽഹിയിലേക്ക് പോവുകയും കലാപകാരികൾ ഡൽഹിയിലേക്ക് പോകുകയും ഡൽഹി പിടിച്ചെടുക്കുകയും അവിടെയുള്ള ബഹദൂർ ഷാ രണ്ടാമനെ 1857 ലീഡറായിട്ട് അല്ലെങ്കിൽ നേതാവായിട്ട് തിരഞ്ഞെടുക്കുകയും ഇനി ഡൽഹിയുടെ ആ ഒരു അധികാരിയായിട്ട് ബഹദൂർ ഷാ സെക്കൻഡിനെ വാഴിക്കുകയും ചെയ്തു. അവിടെ തൊട്ട് ഇങ്ങോട്ടേക്കാണ് എന്താ 1857 ആയിരുന്നു 1857 അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സമരത്തിന്റെ ആ ഒരു തുടക്കം എന്ന് പറഞ്ഞത്. അപ്പൊ വർഷം കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. 1857 മെയ് 10 മീററ്റിലാണ് ആരംഭിച്ചത്, പട്ടാള റെജിമെന്റിൽ. ഇനി ഇത് പൊട്ടിപ്പുറപ്പെടാനായിട്ടുള്ള ഒരു കാരണമുണ്ട് അല്ലെ. മെയിൻ ആയിട്ട് ശിപ്പായിമാരുടെ ഇടയിലാണ്, ഇന്ത്യൻ ശിപ്പായിമാരുടെ ഇടയിലാണ് പൊട്ടിപ്പുറപ്പെട്ടതെന്ന് പറഞ്ഞു. അത് എന്തായിരിക്കാം അതിന് കാരണം? അതായത് അവിടെ പുതിയൊരു റൈഫിൾ തോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അതിന്റെ തിര നിറയ്ക്കുന്നത് കടിച്ചു പിടിച്ച് അതിന്റെ പുറമെയുള്ള ഒരു പാട അടത്തിയിട്ടിട്ടാണ് അത് അതിന്റെ അകത്തേക്ക് ഇടുന്നത്, ഈ റൈഫിളിന്റെ അകത്തേക്ക് ഇടുന്നത്. പശുവിന്റെയും പന്നിയുടെയും നെയ്യ് കൊണ്ടിട്ട് അല്ലെങ്കിൽ നെയ്യുള്ള കവർ വെച്ചിട്ടാണ് ആ ഒരു വെടിയുണ്ട കവർ ചെയ്തിരിക്കുന്നത് എന്നുള്ള റൂമർ പരന്നു. അതാണ് പെട്ടെന്ന് 1857 റിവോൾട്ട് പൊട്ടിപ്പുറപ്പെടാനായിട്ട് കാരണമായിട്ട് എടുത്ത് പറയുന്നത്. അതല്ലാതെ നമുക്ക് ഒത്തിരി കാരണങ്ങളുണ്ട്. നമുക്കറിയാം ഒത്തിരി രാജാക്കന്മാര് 1857 റിവോൾട്ടിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള നവാബുമാര് ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്, ഝാൻസി റാണി ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കൊണ്ടുവന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമം. അതായത് ദത്തെടുത്ത അല്ലെങ്കിൽ രാജാക്കന്മാര് ദത്തെടുത്ത പിന്നീട് വരുന്നവർക്ക് അതിനുള്ള അവകാശമില്ല, രാജ്യം ഭരിക്കാനുള്ള അവകാശമില്ല, അത് ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് ആകുമെന്നുള്ള ആ ഒരു നിയമം. അത് ആണ് എന്ത് രാജാക്കന്മാർ 1857 റിവോൾട്ടിൽ പങ്കെടുക്കാനായിട്ട് മെയിൻ ആയിട്ടുള്ള കാരണമായിട്ട് വരുന്നത്. ഇനി അതുകൂടാതെ ഒത്തിരി റീസൺസ് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ആ ഒരു ശിപായിമാർ അല്ലെ, ഇന്ത്യൻ ശിപായിമാരുടെ അവരോടുള്ള ബ്രിട്ടീഷുകാർക്ക് അവരോടുള്ള ആ ഒരു സമീപനം, ഇതൊക്കെ അതായത് കർഷകരോടുള്ള സമീപനം, ഇതൊക്കെ
ഇതൊക്കെ എന്താണ് 1857 റിവോൾട്ടിന് കാരണമായിട്ട് എടുത്തു പറയുന്നുണ്ട്. നമുക്കറിയാം 1857 റിവോൾട്ടിലെ ഹിന്ദു മുസ്ലിം ഐക്യമുണ്ട്. സാധാരണക്കാരും ശിപായിമാരും രാജാക്കന്മാരും എല്ലാവരും ഒരേപോലെ പങ്കെടുത്ത ഒരു വിപ്ലവമായിരുന്നു 1857 റിവോൾട്ട് എന്ന് പറഞ്ഞ. ഇനി അതുപോലെ തന്നെ ഇവിടെ നെക്സ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് UP-യിലാണ് അല്ലെ. അപ്പൊ അതുപോലെ നമുക്കറിയാം ഒത്തിരി ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിൽ ഒത്തിരി ലീഡേഴ്സിനെ പഠിക്കാനുണ്ട് ഓരോ ഏരിയയിലും. അപ്പൊ നമ്മൾ ഫേമസ് ആയിട്ട് നമുക്കറിയാം ഝാൻസി റാണി എന്ന് പറഞ്ഞു അല്ലെ. ഝാൻസി റാണി, ഝാൻസിയിൽ ആരായിരുന്നു? റാണി ലക്ഷ്മിബായി ആണ്. അതുകൊണ്ടാണ് ഝാൻസി റാണി എന്ന് പറയുന്നത് അല്ലെ. റാണി ലക്ഷ്മിബായി. അതുപോലെ തന്നെ നമുക്കറിയാം ഡൽഹിയിൽ ആരായിരുന്നു? ബഹദൂർ ഷാ സെക്കൻഡ് അല്ലെ. ബഹദൂർ ഷാ സെക്കൻഡ് ആണ് ഡൽഹിയിലെ ലീഡർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ കാൺപൂരിൽ നമുക്കറിയാം നാനാ സാഹിബ്, താന്തിയ തോപ്പി എന്നിവരൊക്കെയാണ് മെയിൻ ആയിട്ട് ലീഡർ ആയിട്ട് വരുന്നത്. കാൺപൂർ, നാനാ സാഹിബ്, താന്തിയ തോപ്പി തുടങ്ങിയവരെയൊക്കെയാണ് കാൺപൂരിൽ ലീഡർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രദേശങ്ങളും, ഇന്ത്യയിലെ ഓരോ പ്രദേശങ്ങളിലും ആരൊക്കെയായിരുന്നു മെയിൻ ആയിട്ടുള്ള ലീഡർ എന്ന് പഠിച്ചു വെക്കണം. കാരണം മിക്കവാറും PSC-യിൽ ചോദിച്ചു കണ്ടേക്കുന്നതാണ് മാച്ച് ദ ഫോളോവിങ് വരെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് ഡൽഹി ഇങ്ങനെ മാച്ച് ചെയ്യുക, ഓരോ സൈഡിൽ ഓരോ പ്രദേശത്തിന്റെ പേരുകളായിരിക്കും, ഇപ്പോഴത്തെ സൈഡിൽ എന്താണ് ഓരോ പേരുകളായിരിക്കും, ഓരോ ആളുകളുടെ നേതാക്കന്മാരുടെ പേരുകളായിരിക്കും. മാച്ച് ദ ഫോളോവിങ് എന്ന് വരെ ചോദിച്ചു കണ്ടേക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ലീഡേഴ്സിന്റെയും പേരുകൾ നമ്മളോട് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇനി അതുപോലെ തന്നെ 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട് ഒത്തിരി സംഭവങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാരണങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട ആ ഒരു സ്ഥലത്ത് നടന്ന എന്തൊക്കെയാണ് സംഭവങ്ങൾ, ഇതെങ്ങനെയാണ് അടിച്ചമർത്തിയത് എന്നത് അടക്കം പഠിക്കണം. അതുപോലെ തന്നെ 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടായത് എന്തായിരുന്നു? അത്ര നാളും ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനി ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യ ഭരിച്ചിരുന്നത് അല്ലെ. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുകയാണ് ചെയ്തത് അല്ലെ. അപ്പൊ അതാണ് 1857 റിവോൾട്ടിന്റെ നെക്സ്റ്റ് ഒരു എന്താണ് മൂവ്മെന്റ് എന്ന് പറയാൻ. അതിനുശേഷം നെക്സ്റ്റ് ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, 1857 റിവോൾട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർഷങ്ങൾ പഠിച്ചു വെക്കുക. നമുക്കറിയാം ചരിത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറഞ്ഞാൽ ഏതാണ്? വർഷങ്ങളാണ് അല്ലെ. അപ്പൊ വട്ടമേശ സമ്മേളനം നമുക്ക് മെയിൻ ആയിട്ട് എന്താണ്? 3 വട്ടമേശ സമ്മേളനങ്ങളാണ് എന്നറിയാം അല്ലെ. അപ്പൊ അതിന്റെ വർഷം നോക്കിക്കേ, 1930, 31, 32 വർഷം അല്ലെ. ഇതാണ് 3 പ്രധാനപ്പെട്ട വട്ടമേശ സമ്മേളനങ്ങൾ. അപ്പൊ ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ് അല്ലെ. 1930, 31, 32 എന്ന് നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് എളുപ്പമാണ്. ഇനി ഓർത്ത് വെക്കുക, 1930 എന്ന് പറഞ്ഞാൽ ഏതാണ്? ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്ന വർഷമാണ് 1930. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു പരാജയം, തീർത്തും പരാജയമായിട്ടുള്ളൊരു വട്ടമേശ സമ്മേളനമായിരുന്നു അല്ലെ. കാരണം എന്താണ്? ഗാന്ധിജി ഇതിൽ പങ്കെടുത്തില്ല അല്ലെ. കോൺഗ്രസോ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് ഗാന്ധിജിയോ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല. അപ്പൊ ഈ ഗാന്ധിജിയെ പങ്കെടുപ്പിക്കുക, ഗാന്ധിജി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നാം വട്ടമേശ സമ്മേളനം പരാജയമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഗാന്ധിജി അല്ലാതെ ഇന്ത്യൻ നേതാക്കൾ, ഇവിടെ പ്രമുഖരായിട്ടുള്ള ഇന്ത്യൻ നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് അംബേദ്കർ, അതുപോലെ തന്നെ മുഹമ്മദ് അലി ജിന്ന, ആഘാ ഖാൻ. ഇതൊക്കെ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ്. ഇനി അതുകൂടാതെ തന്നെ ഓർത്തു വയ്ക്കുക, 89 അംഗങ്ങൾ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനി ആ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി എന്ന് പറഞ്ഞാൽ ഇർവിൻ പ്രഭുവാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് രണ്ടാം വട്ടമേശ സമ്മേളനം 1931. ഇനി നമുക്കറിയാം ആ സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ഇർവിൻ ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ ഗാന്ധിജി ഇല്ലാത്തത് കൊണ്ട് തന്നെ, കോൺഗ്രസും ഗാന്ധിജിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒന്നാം വട്ടമേശ സമ്മേളനം പരാജയമായിരുന്നു.
അപ്പൊ ഗാന്ധിജിയെയും അല്ലെങ്കിൽ കോൺഗ്രസിനെയും എങ്ങനെയെങ്കിലും പങ്കെടുപ്പിക്കുക എന്നതിന്റെ ബേസിൽ ഗാന്ധിയും ഇർവിനും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കണം. അതാണ് ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് പറഞ്ഞത്. ഗാന്ധി ഇർവിൻ പാക്ട് 1931. ഇനി അതിനുശേഷം എന്ത് ചെയ്തു? ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കുകയും ഇതിനെ ബേസ് ചെയ്തിട്ട് 1931 ഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ 2ാം വട്ടമേശ സമ്മേളനം നടക്കുകയാണ് 1931. അവിടെ ഗാന്ധിജി ചെന്നു. പക്ഷെ ഗാന്ധിജി ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് സാധിച്ചില്ല. കാരണം ഗാന്ധിജി ചോദിച്ച അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്ത് പുത്രികാ രാജ്യ പദവി ഡിമാൻഡ് ചെയ്തു. പക്ഷെ ബ്രിട്ടീഷുകാർ അതിന് വഴങ്ങിയില്ല. വീണ്ടും ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ 2ാം വട്ടമേശ സമ്മേളനവും എന്തായിരുന്നു? വൻ പരാജയമായിട്ട് മാറി. ഇനി നെക്സ്റ്റ് അതിനുശേഷമാണ് 1932 3ാം വട്ടമേശ സമ്മേളനം നടക്കുന്നു. ഇതിലും അംബേദ്കർ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് അലി ജിന്ന ഇവരും 3ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഗാന്ധിജിയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരും അല്ലെങ്കിൽ കോൺഗ്രസോ ഏതിൽ പങ്കെടുത്തില്ല? ഈ 1932 3ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. അപ്പൊ ഇവിടെ ഒന്ന് ഓർക്കുക, എന്നാലും 3ാം വട്ടമേശ സമ്മേളനത്തിൽ അധകൃതരുടെ പ്രതിനിധിയായിട്ട് അംബേദ്കർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ 3 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തൊരു വനിതയുണ്ട്. അതാണ് ബീഗം ജഹനാര ഷാജഹാൻ. ബീഗം ജഹനാര ഷാജഹാൻ. ഓർത്ത് വയ്ക്കുക, ബീഗം ജഹനാര ഷാജഹാൻ. അപ്പൊ അങ്ങനെ ഒത്തിരി ഫാക്റ്റുകൾ നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. എന്തായിരുന്നു ഇവിടെ? ഏതാണ് ശരിയായ പ്രസ്താവന? കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ? ഏതാണ്? 1, അതുപോലെ തന്നെ ബി വരുമ്പോൾ 1ഉം 2ഉം ശരിയാണ്. സി 1ഉം 2ഉം 3ഉം ശരിയാണ്. ഡി 3 മാത്രമാണ് ശരി. അപ്പൊ ഇതിൽ ഏതായിരിക്കാം? 1ഉം 2ഉം ശരിയാണ് അല്ലെ? 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം എന്താണ്? പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. ഇനി അതുപോലെ തന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിച്ച ഒരു തീരുമാനമെടുത്ത ഒരു സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. ഇനി നെക്സ്റ്റ്, സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അവിടെ എന്താണ് തെറ്റ് വരുന്നത്? സുഭാഷ് ചന്ദ്രബോസ് ആണോ? അല്ല. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ? ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷനായിട്ട് വരുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക, ജവഹർലാൽ നെഹ്റു. ഇനി എന്താണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്രാധാന്യം എന്താണ്? ഇത് തന്നെയാണ്. എന്താണ്? പൂർണ്ണ സ്വരാജ് അല്ലെ? അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ച ഒരു സമ്മേളനമാണ്. അതുകൂടാതെ തന്നെ ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു പതാക, ചർക്കയോട് കൂടിയ പതാക ഡിസൈൻ ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യ ദിനം പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ ആഘോഷിക്കണം എന്നൊക്കെ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ആ ഒരു പതാക ഗാന്ധിജി ഉയർത്തി. ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, ഈ ലാഹോർ സമ്മേളനത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഗാന്ധിജി ആ ഒരു പതാക, ആദ്യം ഡിസൈൻ ചെയ്ത പതാക ഉയർത്തിയത്. അതിന്റെ വർഷം കറക്റ്റ് ആയിട്ട് ഓർക്കണം. ഏത് വർഷമാണ് പതാക ഉയർത്തിയതെന്ന്? രവി നദിക്കരയിലാണ് ഗാന്ധിജി ത്രിവർണ പതാക, അതായത് ചർക്കയോട് കൂടിയ ത്രിവർണ പതാക ഉയർത്തിയത്. അതുപോലെ തന്നെ 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് ദിനമായിട്ട് ആഘോഷിക്കണം അല്ലെങ്കിൽ കൊണ്ടാടണം എന്നുള്ളൊരു പ്രഖ്യാപനമൊക്കെ എവിടെ ഉണ്ടായി? ഈ ലാഹോർ സമ്മേളനത്തിൽ ഉണ്ടായി. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനം, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, സിഡ്നി റൗലറ്റ് കമ്മിറ്റി റിപ്പോർട്ട്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഏതാണ് നിസ്സഹകരണ പ്രസ്ഥാനം? അല്ലെ? ഏതാണ്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്.
മൂവ്മെന്റ്, നോൺ കോപ്പറേഷൻ. അതായത് ഗാന്ധിജി നടത്തിയ മാസ്സായിട്ടുള്ള 3 പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തെ അറിയപ്പെട്ട പ്രധാനമായിട്ടുള്ള 3 സമരങ്ങളാണ് അല്ലെ, അല്ലെങ്കിൽ 3 മൂവ്മെന്റ്സുകളാണ്. ഒന്ന് ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നെക്സ്റ്റ് രണ്ടാമത്തെയാണ് സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ്, നിയമലംഘന പ്രസ്ഥാനം. മൂന്നാമത്തെയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അപ്പൊ ഇതിലെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത്, അപ്പൊ ഇതിന്റെ വർഷം ഓർക്കുക. നിസ്സഹകരണ പ്രസ്ഥാനം 1920 അല്ലെ, 1920 നിസ്സഹകരണ പ്രസ്ഥാനം വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? സൈമൺ കമ്മീഷൻ ആണ് ആൻസർ. ബാക്കി 3ഉം ഖിലാഫത്ത് പ്രസ്ഥാനം, സിഡ്നി റൗലറ്റ് കമ്മിറ്റി, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഇതൊക്കെ എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ 3 സംഭവങ്ങളാണ്. ഒന്ന് ഖിലാഫത്ത് പ്രസ്ഥാനം, അതുപോലെ തന്നെ സിഡ്നി റൗലറ്റ് കമ്മിറ്റി റിപ്പോർട്ട്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അപ്പൊ ഇതെന്താണ്? ഖിലാഫത്ത് പ്രസ്ഥാനം 1919 അല്ലെ ഖിലാഫത്ത് പ്രസ്ഥാനം. അതായത് നമുക്കറിയാം തുർക്കിയിലെ ഫസ്റ്റ് വേൾഡ് വാറിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? തുർക്കി പിടിച്ചടക്കി. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തുർക്കി പിടിച്ചടക്കുകയും അവിടെയുള്ള ഖലീഫയെ പുറത്താക്കുകയും ചെയ്തു. അപ്പൊ ഈ മുസ്ലിം വിഭാഗക്കാരുടെയും തുർക്കി വംശജരുടെയൊക്കെ ആ ഒരു ആത്മീയ നേതാവാണ് ഖലീഫ. അപ്പൊ ഈ ഖലീഫയെ പുറത്താക്കിയതിനെ തുടർന്ന് ആ ഒരു വിഭാഗം ഇന്ത്യയിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ അല്ലെങ്കിൽ ഖലീഫയ്ക്ക് സ്ഥാനം തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആത്മീയ നേതാവിനെ തിരിച്ച് ആ ഒരു സ്ഥാനം കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഇനി ഇതിന്റെ നേതാക്കന്മാരെ ഓർത്ത് വെക്കുക ആരായിരുന്നു എന്നുള്ളത്. ഇതിന്റെ നേതാക്കന്മാരാണ് മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. അപ്പൊ ഗാന്ധിജി ഈ പ്രസ്ഥാനം, ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി കൂട്ടിച്ചേർത്തിട്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത്. 1920 ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത്. അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സിഡ്നി റൗലറ്റ് കമ്മിറ്റി റിപ്പോർട്ട്. ഇതും നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് എന്താണ് ബന്ധം? അതായത് നമുക്കറിയാം സിഡ്നി റൗലറ്റ് കമ്മിറ്റി റിപ്പോർട്ട് 1919 അല്ലെ, 1919 എന്താണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് വരാനായിട്ടുള്ള ഒരു കാരണം? ഫസ്റ്റ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന വിഘടനവാദ പ്രവർത്തനങ്ങളെ പറ്റി അന്വേഷിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. ഇതിന്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ സിഡ്നി റൗലറ്റ് ആണ്. സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലാണ് റൗലറ്റ് കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് വന്ന നിയമമാണ് റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. എന്തായിരുന്നു റൗലറ്റ് നിയമം എന്ന് പറഞ്ഞാൽ? അതായത് വിചാരണ കൂടാതെ ഇന്ത്യക്കാരെ തടവിലാക്കാനായിട്ടുള്ള ബ്രിട്ടീഷുകാർക്ക് നേടിക്കൊടുത്ത ഒരു അധികാരമാണ് റൗലറ്റ് നിയമം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ റൗലറ്റ് നിയമങ്ങളെ പ്രതിഷേധിച്ചുകൊണ്ട് പഞ്ചാബില് പ്രതിഷേധങ്ങൾ നടത്തുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വിചാരണ കൂടാതെ എന്ത് ചെയ്യാം? ഇവരെ തടവിലാക്കാം അല്ലെ. സംശയം തോന്നുന്ന ഏതൊരാളെയും ബ്രിട്ടീഷുകാർക്ക് തടവിലാക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇത് മുതലാക്കിക്കൊണ്ട് ഈ പ്രതിഷേധത്തില് 2 മെയിൻ ആയിട്ടുള്ള നേതാക്കന്മാരാണ് സത്യപാൽ, സെയ്ഫുദ്ദീൻ കിച്ലു. ഇവരെ 2 പേരെയും ഇവരെ 2 പേരെ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഈ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ജാലിയൻ വാലാബാഗിൽ, പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ എന്ത് ചെയ്യാണ്? ഒരു പ്രതിഷേധം സംഘടിപ്പിക്കണം. അത് അവിടെ എന്താണ്? ബ്രിട്ടീഷുകാർ വരികയും, നമുക്കറിയാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി റിലേറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. വരികയും നമുക്കൊരു മൈതാനത്ത് ഇവർ കൂടുകയും ഒറ്റ ഒരു എൻട്രൻസ് മാത്രമുള്ളതാണ് അല്ലെ. ജനറൽ ഓഡയറിന്റെ ആ ഒരു നേതൃത്വത്തിൽ അവിടെ വെടിവെക്കുകയും 1000-ലധികം പേരുകൾ അവിടെ മരിച്ചു വീഴുകയും അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തു. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനവും അല്ലെ തുടങ്ങാനായിട്ട് ഗാന്ധിജി 3 കാരണങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. നമുക്കറിയാം PSC പോലീസ് ഡ്രൈവർ എല്ലാവരുടെയും ജോലി സ്വപ്നമാണ്. ഇതിൽ പലരും പ്രൈവറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ഡ്രൈവിങ് അല്ലെങ്കിൽ മറ്റു പല മേഖലകളിലും ഉള്ളവരായിരിക്കാം. പക്ഷെ എന്നാലും ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പോലീസ് ഡ്രൈവർ ജോലി എന്ന് പറഞ്ഞാൽ പലരുടെയും സ്വപ്നമായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഒരു 90 ദിവസം കൊണ്ട് നമുക്ക് ഈ ഡ്രൈവർ ജോലി എങ്ങനെ നേടാം എന്നതിനായിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ കോൺടാക്ട് നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഇതാണ് 8089
2000474 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്താണ് ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട് വീക്കിലി. അതുപോലെ തന്നെ നിങ്ങൾക്ക് PDF നോട്ട്സ്, അതുപോലെ തന്നെ മോഡൽ എക്സാംസ്, ഇതെല്ലാം കോഴ്സിന്റെ ആ ഒരു ഫീച്ചറാണ്. അപ്പൊ നിങ്ങൾക്ക് 90 ദിവസം കൊണ്ട് എങ്ങനെ ആ ഒരു സിലബസ്, നമുക്കറിയാം സിലബസിന്റെ ആ ഒരു ലെങ്ത് വളരെ അധികമാണ്. അപ്പൊ ആ ഒരു സിലബസ് ചുരുക്കി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസുകൾ കവർ ചെയ്തുകൊണ്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പഠിക്കുന്നത്. അപ്പോൾ ഈ 90 ദിവസം നമ്മൾ ഓരോ ദിവസവും നമുക്ക് 2-3 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ എക്സാം ക്രാക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് ഒത്തിരി മോഡൽ എക്സാംസുകൾ നമുക്ക് ഈ കോഴ്സിനെ ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ മോഡൽ എക്സാംസ് കൂടി ചെയ്ത് നോക്കി നമുക്ക് ഈ എക്സാം പാറ്റേൺ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും, ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കോളാം. താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. ഏതാണ്? അപ്പൊ നമ്മൾ കേരള റിനൈസൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ നമ്മുടെ PSCയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേരള റിനൈസൻസ് എന്ന് പറഞ്ഞ്. അപ്പൊ അതിനകത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് വാദിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആരായിരിക്കാം ഈ മെയിൻ ആയിട്ടുള്ള ലീഡർ? നോക്കിക്കേ. ചട്ടമ്പിസ്വാമി, വൈകുണ്ഠസ്വാമി, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. അപ്പൊ ഇവിടെ ഫേമസ് ആയിട്ട് നമുക്കറിയാം ഏതാണ്? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞ ഒരാളെ ഓർത്താ മതി. ആരായിരിക്കാം അത്? ചട്ടമ്പിസ്വാമിയാണ് അല്ലെ. ചട്ടമ്പിസ്വാമി. വിദ്യയും അറിവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. അപ്പൊ ആരാണ് റിനൈസൻസ് ലീഡർ? ചട്ടമ്പിസ്വാമി. അപ്പൊ നമുക്ക് കേരള റിനൈസൻസ് ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒത്തിരി, ശ്രീനാരായണ ഗുരു തൊട്ട് നമുക്ക് ഒത്തിരി, തൈക്കാടയ്യ, അതുപോലെ അയ്യങ്കാളി, അങ്ങനെ ഒത്തിരി ലീഡേഴ്സിനെ പഠിക്കാനുണ്ട് അല്ലെ. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ചട്ടമ്പിസ്വാമി. എന്താണ് ചട്ടമ്പിസ്വാമിയുടെ പ്രത്യേകത? 2 സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അതുപോലെ തന്നെ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ചട്ടമ്പിസ്വാമി. ഇനി നെക്സ്റ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അദ്ദേഹത്തിന് ഒരു വിശേഷമുണ്ട് അല്ലെ. ഏതാണ്? കാഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. കാഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീ ബാലഭട്ടാകരൻ എന്നൊക്കെ വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്നൊക്കെ വിളിപ്പേരിലുള്ളത് ആരാണ്? ചട്ടമ്പിസ്വാമിയാണ്. മലബാറിൽ ഞാൻ ഒരു മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ പറഞ്ഞത് ആരെ കുറിച്ചാണ്? ചട്ടമ്പിസ്വാമിയെ കുറിച്ചാണ് അല്ലെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള 2 കൃതികളാണ്. ഒന്ന് പ്രാചീന മലയാളവും വേദാധികാര നിരൂപണവും. പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. അപ്പോൾ ഒത്തിരി നേതാക്കന്മാരിനെ പറ്റി അല്ലെങ്കിൽ ഒത്തിരി ലീഡേഴ്സിനെ പറ്റി നമുക്ക് ഇവിടെ പഠിക്കാണ്ട്. ചട്ടമ്പിസ്വാമി അല്ലെങ്കിൽ എസ്പെഷ്യലി നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരാളാണ് അല്ലെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളുക. റിനൈസൻസുമായി റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, വേറൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ. കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. ഇത് നമുക്ക് സിമ്പിൾ ആണ്, ക്വസ്റ്റ്യൻ ആൻസർ പറയാനായിട്ട് സാധിക്കും അല്ലെ. എന്താ കാരണം? കല്ലുമാല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരിക്കാം? അയ്യങ്കാളിയാണ് അല്ലെ. അയ്യങ്കാളിയുടെ പ്രത്യേകത എന്താണ്? അധസ്ഥിതരുടെ പടത്തലവൻ അല്ലെ. അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ആരാണ്? അയ്യങ്കാളിയാണ്. അതുപോലെ തന്നെ ആളിക്കത്തിയ തീപ്പൊരി അല്ലെ, കറുത്ത സൂര്യൻ. ആളിക്കത്തിയ തീപ്പൊരി, കറുത്ത സൂര്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന, കേരള സ്പാർട്ടക്കസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? അയ്യങ്കാളിയാണ്. അതുപോലെ തന്നെ അയ്യങ്കാളി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരേണ്ടത് എന്താണ്? കല്ലുമാല സമരം അല്ലെ. പിന്നെ വേറൊരു സമരം കൂടിയുണ്ട്. ഏതാണ്? വില്ലുവണ്ടി സമരം അല്ലെ. വില്ലുവണ്ടി സമരം. അതുപോലെ തന്നെ വേറൊന്നുകൂടി നമുക്കറിയാം അല്ലെ, 90-ാം ആണ്ട് ലഹള അല്ലെ. 90-ാം ആണ്ട് ലഹള, 90-ാം ആണ്ട് ലഹള ഓർ ഊരൂട്ടമ്പലം ലഹള എന്ന് പറയും. ഊരൂട്ടമ്പലം ലഹള നമുക്കറിയാം. എന്താണ് 90-ാം ആണ്ട് ലഹള ഓർ ഊരൂട്ടമ്പലം ലഹള?
സാധാരണക്കാർ അല്ലെങ്കിൽ അധസ്ഥിതരായിട്ടുള്ള കുട്ടികൾക്ക് അല്ലെ, താഴേക്കിടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം അല്ലെ അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. അപ്പൊ അതിനു വേണ്ടിയിട്ട് വാദിച്ചൊരു വ്യക്തിയായിരുന്നു ആര്? അയ്യങ്കാളി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു സ്കൂളിലേക്ക്, ഉരുട്ടമ്പലം സ്കൂളിലേക്ക് ഒരു താഴേക്കിടയിലുള്ള ഒരു കുട്ടിയെ, പഞ്ചമി എന്ന് പറയുന്ന കുട്ടിയെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അല്ലെ. പിന്നീട് എന്താണ്, അവിടെ പഠിപ്പിക്കാനായിട്ട് അവസരം ഒരുക്കി. പക്ഷേ പിന്നീട് അവിടെയുള്ള ആ ഒരു മുഗൾ ജാതിക്കാരായിട്ടുള്ള ആളുകൾ സ്കൂളിൽ തീയിടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ എന്താണ്, ഊരുട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹളയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അങ്ങനെ ഈ അയ്യങ്കാളിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒത്തിരി സമരങ്ങൾ കറക്റ്റായിട്ട് ഓർത്തു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, വർഷങ്ങൾ ഓർത്തു വെക്കുക. ഇനി അദ്ദേഹവുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ് സാധുജന പരിപാലന സംഘം അല്ലെ. സാധുജന പരിപാലന സംഘം, സാധുജന പരിപാലന സംഘം. ഇനി അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞത് എന്താണ്, അദ്ദേഹത്തിനെ പറ്റി വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നാണ്. മഹാനായ പുത്രൻ എന്നാണ് ഇന്ദിരാഗാന്ധി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഒത്തിരി ലീഡേഴ്സിനെ പറ്റി നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. റിനൈസൻസ്, കേരള റിനൈസൻസിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്, നിരന്തരം ചോദിക്കുക, എല്ലാ PSC എക്സാംസിലും ചോദിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നോക്കിക്കേ, നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് അല്ലെ. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ്. അവിടെ അഡ്മിഷൻ, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കല്ല അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം, കോൺടാക്ട് ചെയ്യുന്ന നമ്പർ അറിയാം, 8590202323 ആണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ. കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ ഒരു 75 ഡേയ്സിന്റെ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോഴ്സ് പോകുന്നത്. നമ്മുടെ കോഴ്സിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ കോഴ്സും പോകുന്നത്. സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് അവിടെ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട്, സിലബസ് ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടെ നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ്സുകളുണ്ട്, അതുപോലെ ഒരു മെന്റർഷിപ്പ് ഉണ്ടാകും, വീക്കിലി ക്ലാസ്, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് അവിടെ ക്ലാസ് എടുക്കുന്നത്. വീക്കിലി എക്സാംസ് ഉണ്ടാകും. അപ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ മറക്കണ്ട. ഒരു 75 ഡേയ്സ് കൊണ്ട് നമുക്ക് ഒരു ദിവസം ഒരു 4 മണിക്കൂർ അപ് ടു എന്താണ് ഒരു ടൈം നമുക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഏറ്റവും എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ അല്ലേ. നമുക്കിനി 75 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാം. അപ്പോൾ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.